ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് SIT ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. VSSയിൽ നിന്നുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടുന്നതാണ് റിപ്പോർട്ട്. തന്ത്രിയുടെ അറസ്റ്റിന് ശേഷമുള്ള തുടർ നടപടികളും SIT ഹൈക്കോടതിയെ അറിയിക്കും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഈ VSSയിൽ നിന്നുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടുന്ന റിപ്പോർട്ടാണ് SIT ഇന്ന് ഹൈക്കോടതിക്ക് മുൻപാകെ സമർപ്പിക്കുക. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ്, ഏവരും ഉറ്റുനോക്കുന്നതാണ്, മാധ്യമങ്ങളടക്കം. അതായത് നമ്മൾ ദിവസങ്ങളായിട്ടുള്ള കാത്തിരിപ്പിലാണ്. എന്താണ് ഈ റിപ്പോർട്ടിലുള്ളത്, എങ്ങനെയായിരിക്കും ശാസ്ത്രീയ പരിശോധനാ ഫലം എന്നുള്ളതെല്ലാം തന്നെ ഏവരും ഉറ്റുനോക്കിയ കാര്യം. ഇന്ന് SIT റിപ്പോർട്ട് കോടതിയിൽ വരുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ, ജിജീഷ്? രാഖി പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും നിർണായകം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് കോടതിയിൽ നൽകുന്ന നാലാമത്തെ SITയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതിനെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാക്കി മാറ്റുന്നത് VSSയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ട് തന്നെയാണ്. ഈ സ്വർണത്തിൻ്റെ അളവ്, അതിൽ വന്നിരിക്കുന്ന വലിയ തോതിലുള്ള വ്യത്യാസം അടക്കമുള്ള കാര്യങ്ങൾ, കൃത്യമായി തന്നെ കാലപ്പഴക്കം, സ്വർണത്തിൻ്റെ കാലപ്പഴക്കം അടക്കമുള്ള കാര്യങ്ങളാണ് ആ റിപ്പോർട്ടിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിപ്പോർട്ട് പരിശോധിച്ചായിരിക്കും തുടർ നടപടിയിലേക്ക് ഹൈക്കോടതി കടക്കുക. ഹൈക്കോടതി നടത്തുന്ന നിരീക്ഷണങ്ങൾ, തുടർന്ന് നടത്തുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളെല്ലാം തന്നെ അവിടെ ഏറ്റവും പ്രധാനമാണ്. നിലവിൽ സ്വർണ്ണക്കവർച്ച കണ്ടെത്തിയ ഒരു അളവിനേക്കാൾ കൂടുതൽ വലിയ ഒരു സ്വർണ്ണക്കവർച്ച നടന്നു എന്ന് തന്നെയാണ് പ്രാഥമികമായി ഇപ്പോൾ ഈ പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയാകുമ്പോൾ മനസ്സിലാകുന്നത്. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ പാളികളിൽ അവിടെയാണ് ഈ കൃത്രിമങ്ങളെല്ലാം തന്നെ നടന്നിരിക്കുന്നത്. ഇത് പരിശോധിക്കുന്നതിന് വേണ്ടി നേരത്തെ 98 സ്വർണം പൂശിയ UB ഗ്രൂപ്പ് സ്വർണം പൂശിയ ആ പാളികളിലെ സ്വർണവും അതിൻ്റെ ഒരു കലപ്പഴക്കവും എല്ലാം തന്നെ പരിശോധിച്ചു. ഒപ്പം തന്നെയായിരുന്നു 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ഒരു സ്വർണം കൊണ്ടുപോകുമ്പോഴുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ പാളിയിലെ വിശദാംശങ്ങളെല്ലാം തന്നെ പരിശോധിച്ചത്. അതിൽ വലിയ ഒരു വ്യത്യാസങ്ങളും സ്വർണത്തിൻ്റെ അളവിലുള്ള കുറവും എല്ലാം തന്നെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് SITയുടെ വിശദമായ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇത് കോടതിയുടെ നിർദ്ദേശങ്ങൾ അക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമാണ്. മാത്രമല്ല 2017 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ സ്പോൺസർ ആയിരുന്നു എന്ന കാര്യം കൂടി ഇവിടെ വ്യക്തമാകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ അത്തരം കാര്യങ്ങൾ, SITയുടെ കണ്ടെത്തലുകൾ മാത്രമല്ല തന്ത്രി കണ്ഠരര് രാജീവരെ ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഈ ഒരു റിപ്പോർട്ട് നൽകുന്നത് എന്നതുകൊണ്ട് തന്നെ ആ ചോദ്യം ചെയ്യലിൽ ലഭിച്ച പ്രധാനപ്പെട്ട ചില വിവരങ്ങളുണ്ട്, മറ്റ് ആളുകളെ സംബന്ധിച്ചുള്ള സൂചനകളുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി ഈ റിപ്പോർട്ടിൽ വരും എന്നതുകൊണ്ട് തന്നെ കോടതി കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് കടക്കാനോ ഇനിയും കടക്കാത്ത ചോദ്യം ചെയ്യലുകളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾക്കോ എല്ലാം തന്നെ പ്രധാനമായും അത്തരം പരാമർശങ്ങൾക്കെല്ലാം തന്നെയുള്ള ഒരു സാധ്യതയുണ്ട്. 2017 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ സ്പോൺസർ ആണ് എന്നതിൻ്റെ തെളിവുകൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല പോറ്റി മുഖാന്തരം തമിഴ്നാട്ടിൽ നിന്ന് 3 കുടുംബങ്ങളെ മണിമണ്ഡപത്തിൻ്റെ നിർമ്മാണ ചെലവ് ഏൽപ്പിക്കുന്നതിനുള്ള അനുമതി തേടിക്കൊണ്ട് അഭിഭാഷക കമ്മീഷണറുടെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഈ അഭിഭാഷക കമ്മീഷണറുടെ റിപ്പോർട്ടിലാണ് ആദ്യം പോറ്റിയുടെ ഇടപെടലുകൾ വ്യക്തമാക്കുന്നത്. ഈ സ്പോൺസർ എന്ന നിലയിലുള്ള ഇടപെടലുകളും സ്വാധീനവും ചില നിർദ്ദേശങ്ങളും എല്ലാം തന്നെ വ്യക്തമാകുന്നത്. പരിമല അനന്തനാചാരി വഴിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബന്ധപ്പെടുന്നത് എന്നും 2017 ഏപ്രിൽ 24 ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഈ ഒരു റിപ്പോർട്ടിൽ അതുമായി ബന്ധപ്പെട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ, ഒപ്പം തന്നെ ഈ VSSയിൽ നിന്നുള്ള റിപ്പോർട്ട് എല്ലാം പരിഗണിക്കപ്പെടുന്ന ഒരു കോടതിയിലേക്ക്, അല്ലെങ്കിൽ പരിഗണിക്കപ്പെടുന്ന ദിവസം എന്നത് തന്നെയാണ് ഏറ്റവും നിർണായകം. ഇക്കാര്യത്തിൽ കോടതി ഇനി ഉള്ള ഇതുവരെയുള്ള SITയുടെ കാര്യങ്ങൾ കൂടി അന്വേഷണ വിശകലനം കൂടിയായിരിക്കും പ്രധാനമായും ഇവിടെ വിലയിരുത്തപ്പെടുക. ശരി ജിജീഷ്, ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് SIT ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയാണ്. VSSയിൽ നിന്നുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടുന്നതാണ് റിപ്പോർട്ട്. തന്ത്രിയുടെ അറസ്റ്റിന് ശേഷം ഉണ്ടാകുന്ന റിപ്പോർട്ടാണ്. അതിനുശേഷം വന്ന തുടർ നടപടികളടക്കം SITക്ക് ഇന്ന് കോടതിക്ക് മുൻപാകെ വിശദീകരിക്കേണ്ടി വരും എന്നുള്ളതും വളരെ നിർണായകമാണ്.